ഹലോ, ഞങ്ങളിതാ വാവച്ചക്ക് ടാറ്റ എടുത്തിട്ട് ഞാനും കിച്ചേട്ടനും വാവച്ചയും കൂടി ഇതാ എൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുക കേട്ടോ. അമ്മ ഇവിടെ മുരിങ്ങേൻ്റെ എല്ലാം നന്നാക്കുന്നുണ്ട്. ഞാൻ അമ്മേനോട് പറയാം, ഞാൻ പോവുകയാണെങ്കിലും എനിക്ക് വെക്കണേ എന്നൊക്കെ ഞാൻ പറയാണ് കേട്ടോ. ആർച്ചിനോട് ബൈ പറഞ്ഞ സമയത്ത് ആർച്ചിക്ക് അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. ഞങ്ങൾ പോകുന്നത് അവൾ ഒറ്റയ്ക്ക് ആവുകയാണല്ലോ. അങ്ങനെ കിച്ചേട്ടൻ വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങളിതാ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോകാൻ പോവാണ് കേട്ടോ. പോകാൻ നോക്കുമ്പോഴത്തേക്ക് ഞാനൊന്ന് ജസ്റ്റ് റോക്കിൻ്റെ അടുത്ത് വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ റോക്കിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അവൻ വല്ലാണ്ട് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊന്നും പോകുന്നത് അവന് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ അതുമാത്രമല്ല, പുതിയ ഡോറായതുകൊണ്ട് അവൻ്റെ അടുത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന അവന് ഒട്ടും ഇഷ്ടമില്ല. ഞങ്ങൾ പോയി കഴിഞ്ഞ് ഞങ്ങൾ അമ്പാടീനെ അതിൻ്റെ ഇടയ്ക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബേക്കറി വാങ്ങാൻ പോയിട്ടോ. വീട്ടിലേക്ക് മാത്രമല്ല, പിന്നെ എൻ്റെ അച്ഛൻ്റെ പെങ്ങളെ വീട്ടിലേക്കും കൂടി ഞങ്ങൾക്ക് പോകാനുണ്ടായിരുന്നു. അവിടേക്കും കൂടി ഞങ്ങൾ കുറച്ച് ബേക്കറിയൊക്കെ വാങ്ങി വാങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ വാവാച്ചി അമ്പാടും കൂടി വന്നിട്ടോ, അവർക്ക് വേണ്ട സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരെന്തൊക്കെയൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ഞാൻ വീടെത്തിയപ്പോൾ ഇതാ ജാൻവി ഉണ്ട് കേട്ടോ വീട്ടിൽ. ജാൻവി പറഞ്ഞാൽ എൻ്റെ ഏട്ടൻ്റെ മോളാണ് കേട്ടോ, എൻ്റെ വല്യച്ഛൻ്റെ മോൻ്റെ മോളാണ്. അങ്ങനെ അമ്പാടി അത് ഇറങ്ങി അമ്പാടിനെ കണ്ട സന്തോഷമാണ് ആരോമലിന് കേട്ടോ. ഒരു ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ കയറിയപ്പോഴത്തേക്ക് എൻ്റെ നാത്തു ഞങ്ങളെ സ്വീകരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അകത്ത് കയറി വെക്കുമ്പം നയനി ഷെട്ടിൻ്റെ ഭാര്യ രമ്യ ചേച്ചിയുണ്ട്, നയനി ചേച്ചിയുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അവരോടൊക്കെ കുറച്ച് കുശലൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. രമ്യച്ചേനോട് എന്തൊക്കെയൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കിച്ചേട്ടൻ വന്നത് കണ്ടപ്പോൾ ഞാൻ ചേച്ചിയും രമ്യച്ചും കൂടി കിച്ചേട്ടനോട് എന്തോ സംസാരിക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നു കേട്ടോ. അങ്ങനെ മക്കൾ ഇതാ കളിയൊക്കെ തുടങ്ങി. പെൺകുട്ടികളുടേതായ കളികളൊക്കെ തുടങ്ങിയിട്ട് അകത്ത് ഒരു ബിൽഡിംഗ് സെറ്റൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അവർ ബാർബീൻ്റെ വീടൊക്കെ ആയിട്ട് ഉണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കുമ്പം എനിക്ക് ഓട്ടോടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നാത്തൂന് എനിക്ക് വേണ്ടി ഓട്ടോ ഉണ്ടായിക്കൊണ്ട് കേട്ടോ. ഈ പ്രാവശ്യം അടുപ്പ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എന്തൊക്കെയോ നാത്തൂനോട് പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഉണ്ടാക്കുകയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ നീ വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തു വെച്ചതാണ് പറഞ്ഞു. അടുപ്പ് തന്നെയാണ് കേട്ടോ ഈ പ്രാവശ്യം ഉണ്ടാക്കുന്നത്. അങ്ങനെ അടുപ്പിൽ നിന്ന് ഓട്ടട വെന്തുകൊണ്ട് നിൽക്കട്ടെ. ഞാനങ്ങനെ അത് കഴിഞ്ഞ് ചായ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ആരോമലിനെ അമ്പാടിയെ ജസ്റ്റ് നോക്കി. കുട്ടികളെ കളി കക്കാണ് അവർ കളിക്കുന്നത് കേട്ടോ. പണ്ട് ഒരുപാട് ഞങ്ങൾ കളിക്കായിരുന്നു. അന്ന് ഇവിടെ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. അന്ന് ഞങ്ങളിങ്ങനെ മണ്ണിലൊക്കെ കളിക്കുമ്പോൾ വല്ലാത്തൊരു അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നയൻ ചേച്ചിയും ഞാനും രമ്യച്ചും കൂടി ചായ കുടിക്കാൻ വന്ന് ഞാനും നയൻ ചേച്ചി ഓട്ടടയൊക്കെ കഴിച്ച് രമ്യച്ചി മിച്ചറും ചായയും മാത്രം കേട്ടോ കഴിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ എന്തൊക്കെയോ കളകളകളകളാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ദേവൂട്ടി വന്നിട്ടോ. ദേവൂട്ടി എന്ന് പറഞ്ഞാൽ നയൻ ചേച്ചീൻ്റെ മോളാണ് കേട്ടോ. എൻ്റെ ചേച്ചിയാണ് നയൻ ചേച്ചി, വല്യച്ഛൻ്റെ മോള് വെളിച്ചൻ്റെ മോളാണ്. അങ്ങനെ അവൾ നേഴ്സിങ്ങിന് പഠിക്കുക കേട്ടോ. അങ്ങനെ അവൾ ഇതൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് വന്നതായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചോറ് വെച്ച് ആദ്യം കിച്ചണിന് മക്കളെല്ലാവരും കൂടി കഴിച്ച് ഞാൻ ഫോട്ടോ എടുക്കുകയാണ് വിചാരിച്ചിട്ട് സോറിച്ച് അവിടെ നിന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ വീഡിയോ ആയിരുന്നു. ഞാൻ എന്തൊക്കെയോ കണക്കൊടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പണി ചെയ്യാൻ ഭയങ്കര മടിയായിട്ടോ. പ്ലേറ്റ് പോലും കഴുകാൻ മടിയാണ്. അമ്മയ്ക്ക് എത്ര വയ്യ, എന്നാലും ഞാൻ അമ്മയെ കൊണ്ട് ഇതൊക്കെ കഴിപ്പിച്ചിട്ടോ. എന്തായാലും അമ്മ വേഗം എടുത്തു കൊണ്ടുപോയി അതൊക്കെ കഴുകി ഞങ്ങളെല്ലാവരും കൂടി ഈ ചോറ് കഴിച്ചിട്ട് വേണം കേട്ടോ അച്ഛൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇവർ വേഗം, ഞാനിങ്ങനെ പറയുക, പാത്രമൊക്കെ വേഗം തന്നെ കഴിക്കുള്ളൂ, ഞാനിവിടെ റെസ്റ്റ് ചെയ്യട്ടെ. അങ്ങനെ കുട്ടികളോട് പോയി മാറ്റാൻ വേണ്ടി പറയാൻ ഞാൻ പുറത്തു പോയിട്ട് മക്കളെ വിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അമ്പാടി ആരോപണമുണ്ട് മരത്തിൻ്റെ മുകളിൽ കയറി കിടക്കുക കേട്ടോ. പിന്നെ അവരൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച്. പിന്നെ ഞങ്ങൾ കൂടെ നാത്തൂനും അമ്മയും മക്കളും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ റെഡി ആയിക്കൊണ്ട് നിൽക്കുമ്പം ഞാനും വാവാച്ചി എന്തൊക്കെയോ അവിടെ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവർ വരാൻ വൈകുന്നത് കൊണ്ട് ഞാനും വാവാച്ചി സെൽഫിയൊക്കെ എടുക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ പഠിച്ച കരാട്ട കാണിച്ചു തരിക കേട്ടോ. കത്ത കാണിച്ചു തരികയാണ്. ആദ്യം അമ്പാടി കാണിച്ചു തന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആരോമലിനോട് പറഞ്ഞ ആരോമലും പഠിക്കുന്നുണ്ട് കേട്ടോ കരാട്ട. അതുകൊണ്ട് ആരോമലും ജസ്റ്റ് കാണിച്ചു തന്ന്. അങ്ങനെ അവർ രണ്ടാളും ഇങ്ങനെ കരാട്ടക്കാരൊക്കെ വലിയ കരാട്ടക്കാരൊക്കെ ആവട്ടെ. അങ്ങനെ അവർ ആരോമൽ കളിക്കുമ്പോൾ ഞാനിങ്ങനെ ചിരിക്കുന്നതിനാണ് എന്നോട് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ പോയി. പിന്നെ പലഹാരത്തിൻ്റെ കൂടെ എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങേണ്ട വിചാരിച്ചിട്ട് ഞാൻ ഫ്രൂട്ട്സ് കടയിൽ കയറി വീടെത്തിയപ്പം അച്ഛൻ്റെ പെങ്ങളെ വീടെത്തിയപ്പോൾ ഉണ്ട് കുഞ്ചു അവിടെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് ഇവൾ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്.
അച്ഛൻ്റെ പെങ്ങൾ വന്നിട്ടോ. ഇത് അച്ഛൻ്റെ വേറൊരു പെങ്ങളാണ്. അങ്ങനെ ഞാൻ അവരിതാ ഈ അച്ഛൻ്റെ പെങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത്. അങ്ങനെ ഞാൻ അകത്ത് വന്ന് നോക്കിയപ്പോൾ രാഷ്ട്രീയച്ച് ഞങ്ങൾക്ക് എല്ലാവരും ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് കേട്ടോ. കൂടുതൽ ഇനീഷേട്ടയും കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്ന് കുഞ്ചുതാ പോവാൻ നിൽക്കുകയാണ്. പോവാനൊരുങ്ങിയപ്പോൾ അവൾ പറഞ്ഞ് ഞാൻ ചെടിയാണ് കൊണ്ടുവന്നത്. പക്ഷേ ചെടിയൊന്നല്ല കേട്ടോ കൊണ്ടുവന്ന്, അവരുടെ വീട്ടിലേക്ക് ആരോ കൊണ്ടുവന്ന പച്ചക്കായും ബിരിയാണിയും ഒക്കെ പാർസൽ ചെയ്ത് കൊണ്ടുപോകുകയാണ് കേട്ടോ. എന്നിട്ട് അവൾ എനിക്ക് ചെടി മാത്രം ഉള്ളൂ എന്ന് പറഞ്ഞ് കാണിച്ചു തരിക. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കായൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവളൊക്കെ അതൊക്കെ പറഞ്ഞ് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോയിട്ടോ. പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോട്ടോ രാഷ്ട്രീയ പഴംപൊരി ഉണ്ടാക്കുകയാണ്, പഴംപൊരി ചൂടാക്കുകയാണ് കേട്ടോ. അങ്ങനെ രാഷ്ട്രീയ ചായയൊക്കെ എടുത്ത് പിന്നെ അമ്മയും അച്ഛൻ്റെ പെങ്ങളോട് എന്തോ കൊടുക്കണ കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെയാണ് തോന്നുന്നത്. ആരോടാ പറയുന്നത് അറിയില്ല. പിന്നെ ഞാൻ അവിടെ കണ്ട ഏറ്റവും നല്ല കാഴ്ച ഇതെൻ്റെ അച്ഛൻ്റെ പണ്ടേത്തെ ഫോട്ടോ ആയിരുന്നു കേട്ടോ. കരിമ്പിച്ചേച്ചി സൂക്ഷിച്ച് വെച്ചാൽ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ എല്ലാവരും കുടിച്ചിട്ടോ. പഴംപൊരിയും ഒരുപാട് കടികളുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഉച്ചത്തേക്കത്തെ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് മക്കൾക്കൊക്കെ ബിരിയാണിയും കൊടുത്തിട്ടോ. അപ്പോഴത്തേക്ക് കിച്ചണിനോട് ധൃതി കാണിക്കുന്ന പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവർ വേഗം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിന് രാഷ്ട്രീയച്ചിക്ക് നാളെ വന്നകത്തേക്ക് പോകാട്ടോ. ഞാൻ വന്നപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ കുറച്ച് ചൂലൊക്കെ കരിമ്പിച്ചേച്ചിനോട് വാങ്ങിയിട്ടായിരുന്നോ. നാത്തൂനാണത് പിടിച്ചത്. അങ്ങനെ ഞങ്ങൾ മക്കളെ കൊണ്ട് ഓരോന്നൊക്കെ പിടിച്ച് ചേട്ടാ വണ്ടി എടുത്ത് വന്ന് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ കേട്ടോ പോയത്. വീട്ടിലേക്ക് പോയിട്ട് ഞാൻ ആ വഴി എൻ്റെ വലിയച്ഛനെയും വലിയവനെയും കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോയിട്ടോ. ദേവുട്ടിയും ഞാൻ ചേച്ചിയും ജാൻവിയും ഒക്കെ അവിടെ ഉണ്ട്. അങ്ങനെ അവരോടൊക്കെ അവിടെ ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് വലിയച്ഛനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം. അത് വലിയമ്മ വന്നിങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ അങ്ങനെ വലിയച്ഛനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ചേച്ചിക്ക് ഒന്നും പറയുന്നില്ല. അപ്പം നൈനി ചേച്ചി പറഞ്ഞു കൊടുക്കുക പറയുന്നത്. അപ്പോഴത്തേക്ക് നൈനി ചേച്ചി ഒന്ന് പട്ടട്ടട്ടാന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരുന്ന വഴിക്ക് അവർ വീടിൻ്റെ മുന്നിൽ തന്നെ നിലമ്പരന്ത് ഒരുപാട് കണ്ടിട്ടോ. കണ്ടപ്പം ഭയങ്കര സ്റ്റൈല്. അങ്ങനെ ഞാൻ കുറച്ച് പറിച്ചൊക്കെ എടുത്ത് പിന്നെ വീടെത്തി. വീട്ടിൽ നിന്ന് എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആരംഭ ഡ്രസ്സൊക്കെ അപ്പോഴത്തേക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ പീലിക്കും അമ്മയ്ക്കും എല്ലാവർക്കും മക്കളെല്ലാവരും അങ്ങോട്ടും ഉമ്മയൊക്കെ കൊടുത്ത് അവർക്ക് നാണുണ്ട് കേട്ടോ. നാണെന്ന് വെച്ചാൽ ഉമ്മ കൊടുക്കാനല്ല, ഞാനത് വീഡിയോ എടുക്കുന്നതാണ് അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ അവർക്കില്ല, അമ്പാടിക്ക് കുറച്ച് കേട്ടോ. അങ്ങനെ അവരോടൊക്കെ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു ഇന്നത്തെ ദിവസം.